ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉന്നക്കായ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ മധുരമുള്ള ഫില്ലിങ്ങോട് കൂടിയ ഉന്നക്കായയാണല്ലോ. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സ്പൈസി ഫില്ലിങ്ങോട് കൂടിയ നല്ലൊരു ബീഫ് ഉന്നക്കായ തയ്യാറാക്കിയാലോ. സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഉന്നക്കായ തയ്യാറാക്കാൻ എപ്പോഴും പഴം അധികം പഴുക്കാത്തത് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ 3 പഴം വെച്ചിട്ടാണ് ഉന്നക്കായ തയ്യാറാക്കിയെടുക്കുന്നത്. അത് നമുക്കിതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇഫ്താറിനും വൈകുന്നേരത്തെ ചായക്കുമെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 200 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഴമെല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തോലും നാരും എല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. നിങ്ങളുടെ അടുത്ത് സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഉടച്ച് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് വേണം ഉണ്ടാവാൻ. നന്നായി ഉടച്ചെടുത്ത് അത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുക്കാനായിട്ട് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി മസാലയിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ചെറുതാക്കി അരിഞ്ഞ 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സവാളയുടെ എണ്ണം കൂടുതൽ എടുക്കാം. അതുപോലെ തന്നെ ബീഫിൻ്റെ അളവും കൂട്ടിയെടുക്കാവുന്നതാണ്. സവാള നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്തതാണ്. അപ്പോൾ എരിവ് ആവശ്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഉന്നക്കായ തയ്യാറാക്കാൻ തുടങ്ങാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം ഉന്നക്കായ തയ്യാറാക്കാം. ആദ്യം പഴത്തിൽ നിന്ന് ചെറിയൊരു ഉരുള എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഉന്നക്കായയുടെ ഷേപ്പിലാക്കി എടുക്കണം. വിള്ളലുകളില്ലാതെ നോക്കണം. എങ്കിൽ മാത്രമേ പൊരിക്കുന്ന സമയത്ത് നമുക്ക് മസാല പുറത്ത് പോവാതിരിക്കുകയുള്ളൂ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കുള്ളിൽ ഫില്ലിങ് വെച്ച് ഇതുപോലെ ഉന്നക്കായയുടെ ഷേപ്പിലാക്കിയൊന്ന് എടുക്കാം. ഞാൻ ബാക്കിയുള്ളതും കൂടി ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഉന്നക്കായയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഉന്നക്കായ ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഇഷ്ടമില്ലാത്തവർക്ക് ബീഫിന് പകരം ഇതിൽ ചിക്കൻ ആഡ് ചെയ്ത് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്.
വളരെ രുചികരമായ ബീഫ് ഉന്നക്കായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പുറംഭാഗം മധുരവും ക്രിസ്പിയുമാണ്. ഉള്ളിലാണെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് ഫില്ലിങ്ങും. ഒരു വെറൈറ്റി കോമ്പിനേഷനാണിത്. പഴം ബീഫ് കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ സ്നാക്സാണിത്. ഇതുവരെ നിങ്ങൾ ഈ ഉന്നക്കായ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.